കേരളത്തിൽ നടക്കുന്നുണ്ട്. ബ്രാഹ്മിൻസ് വണ്ട് ബീഫ് കഴിക്കുന്ന ആൾക്കാരെ ഇത്തരം സിനിമകളോട് അണ്ണന്റെ അഭിപ്രായം എന്താ? അണ്ണൻ ഇങ്ങനത്തെ സിനിമകൾ വന്നാൽ കാണുമോ? ഞാൻ കാണുകയും ചെയ്യും. നോർത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ആൾക്കാർ കുറവാണ്, സിവിലൈസ്ഡ് അല്ല, അവിടെ ഒരുപാട് പ്രശ്നമാണ്. ഇവർക്ക് വികസനം കൊണ്ടുവരാണ്. കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നോ? ട്രെയിലർ ഉണ്ടായിരുന്നു? കണ്ടില്ല. കേരള സ്റ്റോറി 1 ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു പൊളിറ്റിക്കലായിട്ട് വളരെ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി മുസ്ലിങ്ങൾക്കെതിരെ മറ്റല്ല ഒരുപാട് വിവാദം ഉണ്ടാക്കുന്ന സിനിമയാണ്. സിനിമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇലക്ഷന് മറ്റുള്ള വോട്ടിട്ടാണ്, മറ്റുള്ള പ്രൊപ്പഗാൻഡയാണ്. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇറങ്ങുന്ന പല രാഷ്ട്രീയ ഇറങ്ങുമ്പോൾ ഇപ്പോഴും അവരുടെ ആ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധി ഫിലിമെല്ലാം ഇന്ദിരാഗാന്ധി വളരെ മോശമായി ചിത്രീകരിച്ചു. അങ്ങനത്തെ ഫിലിമായിട്ട് എനിക്ക് തോന്നി. ഇന്നാളെ എമ്പുരാനിൽ പോലും BJP-നെ എതിരെ കാഞ്ചന പ്രശ്നമുണ്ടായി. ഒരു ടോളറൻസ് സഹിഷ്ണുതയില്ല. നോർത്ത് ഇന്ത്യയിലൊന്നും BJP-ക്കെതിരെയോ മോഡിക്കെതിരെയോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവർക്ക് വികസനം കൊണ്ടുവരാറിയാം. ഇവിടെ വന്ദേ ഭാരത് കൊണ്ടുവന്നവരാണ്. അങ്ങനത്തെ വികസനം കൊണ്ടുവരാറിയാം BJP-ക്ക്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഹിന്ദുത്വവാദമുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ സിനിമ ഇറങ്ങുമ്പോൾ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റോറി 1 ആണെങ്കിലും ഇപ്പൊ 2 ആണെങ്കിലും അതിലൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്നാ തോന്നുന്നത്? രണ്ട് ഭാഗത്തും ഉണ്ട്, ന്യായവും ഇതുണ്ട്. രണ്ടുപേരും ന്യായമുണ്ട്. പക്ഷെ അത് ഇതൊരു നിഷ്പക്ഷമായ സിനിമയല്ല. അപ്പൊ അതിൽ വിവാദമായിട്ടിരിക്കുന്ന ഒന്നാണ് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ബ്രാഹ്മിൻസ് വണ്ട് ബീഫ് കഴിക്കുന്ന ആൾക്കാരെ ബ്രാഹ്മിൻസ് പോലും അങ്ങനെയല്ല ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. ഒരു ഇൻടോളറൻസാണ് കാണിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഇവനിപ്പോ സ്ത്രീകൾക്ക് അനുകൂല നിയമം ഉണ്ടാക്കാൻ കാരണം നിർഭയ കേസ് കാരണമാണ്. നോർത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ആൾക്കാർ കുറവാണ്, സിവിലൈസ്ഡ് അല്ല, അവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. ഇവർക്ക് വികസനം കൊണ്ടുവരാണ്. അതിനപ്പുറം ഇത്തരം വികസനം കൊണ്ടുവന്ന ബോഡി തന്നെയാണ്. അല്ല, ഇത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾക്ക് കേരളത്തിന്റെ പോലെയുള്ള ഒരു പേര് ഇലക്ഷൻ വരുവാണല്ലോ. ഇലക്ഷൻ വരുന്നോട്ട് അതിനെ അനുകൂലിക്കാനുള്ള മാറ്റേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. പക്ഷെ ഇത്തരം പ്രൊപ്പഗാൻഡ പറയുന്ന സിനിമകൾക്ക് കിട്ടുന്നുണ്ട്. പ്രശ്നമാണ്. വിജയ് സിനിമയിലേക്ക് ഇറങ്ങാൻ പോവാണ്. വിജയുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഫോളോ ചെയ്യാം. പ്രൊപ്പഗാൻഡ കാണിക്കുന്ന ഫിലിം തന്നെയാണ്. അവിടെ പൊളിറ്റിക്സിനെ അവര് ഇങ്ങനെ സെൻസർ ചെയ്ത് കളയുമ്പോൾ ഇത്തരം മതത്തെ വെച്ച് വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾക്കെല്ലാം സെൻസർ കൊടുക്കുന്ന സിനിമകളല്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യം വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളാണ്. ഇത്തരം സിനിമകളോട് അണ്ണന്റെ അഭിപ്രായം എന്താ? അണ്ണൻ ഇങ്ങനത്തെ സിനിമകൾ വന്നാൽ കാണുമോ? ഞാൻ കാണുകയും ചെയ്യും. സിനിമ ഉണ്ടാക്കുന്നത് ഒരു കലാപം ഉണ്ടാക്കാനും വിവാദം ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സിനിമകൾ കണ്ടുകൊണ്ട് എന്താണ് പ്രയോജനം? കാണുന്നു, എല്ലാ സിനിമയും കാണുന്നില്ല. അത് ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ സിനിമകൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ കണ്ടാൽ എൻകറേജ് ചെയ്യല്ലോ. ഞാൻ എൻകറേജ് ചെയ്യാത്ത പടം ഇറങ്ങാനില്ല. പടം ഇറങ്ങുമല്ലോ, ഞാൻ പടം ഒന്ന് അറിയാൻ വേണ്ടി പോയി കാണും. ഇങ്ങനത്തെ പടങ്ങൾ സമൂഹത്തിന് നല്ലതല്ല. ഇവരെ കലാപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ബഹിഷ്കരിക്കുമല്ലേ ഏറ്റവും നല്ലത്? ഞാൻ ബഹിഷ്കരിച്ചോട്ട് കാര്യമില്ല, ജനങ്ങൾ ബഹിഷ്കരിക്കണം. പക്ഷെ ഇത്ര റിവ്യൂകളിലൊക്കെ ഇത്ര സ്വാധീനമുള്ള ഒരാള് ജനങ്ങളോട് പറയുമ്പോൾ അതിനൊരു ഇതുണ്ടാവില്ലോ, വാല്യൂ ഉണ്ടാവില്ലോ. ഞാൻ അത്രയ്ക്ക് വരുമെന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ സിനിമ പ്രൊമോട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ആർട്ട് ഫോംസ് സമ്മതിക്കാൻ പാടില്ല, ഒരുപാട് ഡാമേജ് വരും. എന്താണേലും കേരള സ്റ്റോറി സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരള സ്റ്റോറി 1 ഞാൻ കണ്ടതാണ്. അതിന് നിഷ്പക്ഷതയെ കാണിച്ചില്ല. ഇല്ല, നിഷ്പക്ഷത കാണിച്ചിട്ടില്ല. അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഫോളോ ചെയ്യാൻ നോക്കിയത്. ഇങ്ങനത്തെ സിനിമകൾ എലോ ചെയ്യാൻ പാടില്ല. ഇറങ്ങിയാൽ കാണും. ഞാൻ മാത്രം കാണാൻ കാര്യമുള്ളൂ. ഇങ്ങനെ സിനിമകൾ ഇറങ്ങാൻ പാടില്ല. സിനിമകളാണ് ബാൻ ചെയ്യുന്നത്.